സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകയാൽ നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും.
ലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി
സ്വർഗമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, Okay, pallbearers, you're going to place it right here on this road and step right up on this bar. Place it on that road. That's good. That's good. Family members. സ്വർഗമണഞ്ഞോ രജസുധനിനിയും ജയലാളിതനാ വരുണീധരയിൽ കുരിശിൻ പ്രഭയാ ആകാശത്തിൽ ദൂതന്മാരും ഹരമേൽ നരരും അക്ഷമരായി ആഗമ ദിവസം പാർത്തുകഴിപ്പൂ വീട്ടജമാനിൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും.
അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥന പരിമളം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ രക്ഷിത സ്ഥലത്തിന്റെയും നാഥനാ നിന്നെ ഉയർപ്പിന്റെയും മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വത്സവാതിരത്തെ നീ സ്വീകരിച്ച വിശുദ്ധദാസികൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസംഘത്തിൽ എന്നെ സഹായിക്കുമാറാകട്ടെ. മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധിനാളിൽ. കർത്താവേ നീ നല്ലവരൊത്തു വലം ഭാഗേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റുഹായി മൃതനാമെന്നിൽ കനിയേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും താവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹാ കർത്താവിൻ ദാസീവിരിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. ഭക്തർ ോടും കൂടെ കടശ
ശീലുത്താനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിനി നാളിൽ കാഹളസംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ഹൃദയോത്തിനിൽ നിങ്ങൾ തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കും കർത്താവിൻ ദാസീവിനി നാളിൽ കാഹളസംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുവിധി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ സ്തുതി. സജീവനായ ദൈവത്തെ ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. ഞാൻ കണ്ണീര് കുടിക്കുന്നു. അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവിധിയുടെ നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസി ഷൈനിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ഈ ആളെ പ്രവേശിപ്പിക്കുമാറാ ശരീരത്തിലെ ഈ അംഗത്തെ ഉള്ളവരെ നമ്മുടെ സെമിട്രി പ്രാർത്ഥനകൾ തീരുകയാണ്. അവസാനമായി നമ്മളുടെ ഫാമിലി അംഗങ്ങൾ അവിടെ പൂക്കളൊക്കെ വെച്ച് അടക്കം ചെയ്ത് ദേവാലയത്തിൽ ചെന്ന് നമുക്ക് മന്ത്രായിലൊക്കെ പങ്കുചേരാം. ഭക്ഷണത്തിലുമൊക്കെ അടുത്തുള്ള ഫാമിലിക്കാർ അവിടെ അങ്ങ് പുറയിലേക്ക് അവിടെ ഇരുന്നു.
വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ, നീ നൽകും ശാന്തിക്കായി നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ, നീ നൽകും ശാന്തിക്കായി. ധന്യമാണെന്നോർക്കുന്നു നീ നൽകിയൊരൻ ജീവൻ, നിത്യജീവൻ അച്ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു. നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ, നീ നൽകും ശാന്തിക്കായി. നീ നൽകിയ ദാനങ്ങൾ വളർത്തുവാൻ കൃപ ചെയ്തു ചേർക്കുകയെന്നെ ഇന്നേരം നിന്നോടൊത്തു വാഴുവാൻ. നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ, നീ നൽകും ശാന്തി
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രം
ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. വിശ്രമനാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമനാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം, എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം, എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി വിൺ ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി വിൺ ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം, എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം, എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ.
ദേഹം എല്ലാം നാം വിട്ടുപോകും. ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ദേഹം എല്ലാം നാം വിട്ടുപോകും. ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയ വാസമേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയ വാസമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. എനിക്ക് 4 മക്കളാണ്. അതിൽ മൂന്നാമൻ മരിച്ചുപോയി. 4ാമത്തെ മകൻ സജിമോനാണ്. ഷൈനിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അവന് ബാംഗ്ലൂരായിരുന്നു ജോലി. അപ്പോൾ അവന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കുറേ വർഷങ്ങൾ 5-10 വർഷത്തോളം അവരവിടെ താമസിച്ചു. ആ സമയത്ത് ഞാനും പല പ്രാവശ്യവും ഞാൻ ബാംഗ്ലൂർക്ക് പോവുമായിരുന്നു. അപ്പോൾ അവർ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും നല്ല കാര്യങ്ങളായിട്ട് നോക്കൂ. എൻ്റെ ആരെങ്കിലും ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അമ്മച്ചിയാന്ന് പറഞ്ഞു അവർ
സന്തോഷിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ജീവിച്ചു. പിന്നെ പിള്ളേരെയാണെങ്കിൽ സന്ധ്യാസമയമാകുമ്പോഴത്തേനും കുളിപ്പിച്ച് ഈശോയും പിന്നെ പിള്ളേരും കുളിപ്പിച്ച് കൈ കുളിപ്പിച്ച് കൊണ്ട് ചെയ്യുവാനും മറ്റു പ്രാർത്ഥനകളൊക്കെ ചെല്ലിക്കുവാനും അവരുടെ വളരെ താല്പര്യമായിരുന്നു. അതിനുശേഷം അവർ അമേരിക്കയ്ക്ക് പോയി അവർ ചെന്ന് എല്ലാ വർഷവും അവർ നാട്ടിൽ വരുമായിരുന്നു. മക്കൾക്കും ചേച്ചിമാരെ എല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവരുടെ കൂടെ കൊണ്ടുപോയി സന്തോഷമായിട്ട് എല്ലാം ചെയ്യുകയും ചെയ്യുകയും ഇപ്രാവശ്യമായിരുന്നു. അത് 9 മാസത്തേന് വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്നു. ചികിത്സയ്ക്കായിട്ട് വന്ന് ചെയ്തു. അവസാനം അവർ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് തരികയും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറി അവസാനം എന്നെ തന്നെ അവരെ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അവസാനത്തെ ഉമ്മയായിരുന്നു നമ്മൾ അറിയാൻ പാടില്ലായിരുന്നു. അറിയാൻ പാടില്ലായിരുന്നു എൻ്റെ ചക്കര ഉമ്മ എന്തെന്നോ. ഷൈനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയായിരുന്നു. 28 വർഷങ്ങൾക്ക് മുമ്പ് കറുകുറ്റി കുടുംബത്തിൽ വന്ന അന്ന് മുതൽ ഞങ്ങളോടുള്ള കരുതൽ ഞങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിരുന്നു. ഇത്രയും പെട്ടെന്ന് അവളെ ദൈവം സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് ഇനിയും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും അതിൻ്റെതായ അവരോടിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിനുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ഒരു സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ അവളെ യാത്രയാക്കുന്നു. ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ വന്നു കയറിയ നിമിഷം മുതൽ ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെ ഞങ്ങൾ 3 പേരും എപ്പോൾ അവധിക്ക് വന്നാലും ഞങ്ങളെ എവിടെയെങ്കിലും പുറത്ത് പോവുക, അതൊക്കെ ഷൈനിയുടെ വലിയൊരു ഇതായിരുന്നു. ഞങ്ങളുമായിട്ട് പുറത്ത് പോവുക, ഏതെങ്കിലും പള്ളികളിൽ പോവുക ഒക്കെ ചെയ്യും. പിന്നെ പപ്പായുടെയും അമ്മയുടെയും കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ശ്രദ്ധ, ഞങ്ങളെ കഴിഞ്ഞ ശ്രദ്ധയാണ്. ഇപ്പം ഈ മേലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ആ മെസ്സേജുകൾ അയക്കും. പപ്പായുടെയും അമ്മയുടെയും ഓരോ വിവരങ്ങളും എപ്പോഴും തിരക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ കരുതിയ ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് മുമ്പേ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം ഒരുക്കാൻ പോയി എന്ന് ഞങ്ങൾ കരുതുന്നു. എൻ്റെ പേര് സ്വപ്ന. ഞാൻ സൈഷാൻ്റെ അപ്പാപ്പൻ്റെ മകളാണ്. എനിക്ക് എപ്പോഴും ഒരു പെങ്ങളുടെ സ്ഥാനമാണ് കിട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ തന്നത് സൈച്ചാനും ഷൈനി ചേച്ചിയുമാണ്. പൊന്നുവിൻ്റെ ഗോഡ് മദർ മുതൽ അവളുടെ കല്യാണം വരെ എല്ലാ സ്ഥാനങ്ങളും എനിക്ക് നൽകി. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഷൈനി ചേച്ചി ഈസ് വെരി വെൽക്കമിങ് നേച്ചർ എന്ന്. 3 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ താമ്പയിൽ വന്നിരുന്നു. അന്ന് സൈ ചേച്ചിയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും കണ്ടാണ് അവർ അത് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ ഷൈനി ചേച്ചി ആരോടും പിണങ്ങുന്നതായോ ആരോടും പരിഭവമുള്ളതായോ തോന്നിയിട്ടില്ല. എപ്പോഴും ചിരിക്കുന്ന മുഖം, തന്നാൽ കഴിയാവുന്നത് മറ്റുള്ളവർക്ക് നൽകി മറ്റുള്ളവർക്ക് വേണ്ടുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ താമ്പയിൽ നിന്നും മടങ്ങിപ്പോന്നപ്പോൾ എൻ്റെ മമ്മി നൽകുന്നത് പോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് എന്നെ യാത്രയാക്കിയത്. ഷൈനി ചേച്ചി ഒരു ഗാർഡിയൻ ഏഞ്ചലായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹിക്കാനും മക്കൾക്കും എല്ലാം സഹിക്കാനും ഉള്ള ശക്തിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഷൈനി ചേച്ചി എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ സനുവിൻ്റെയും ബനുവിൻ്റെയും അമ്മയും ഡാഡിയുമാണ്. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തിരി അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നല്ലൊരു വീട്ടമ്മയും അതിലുപരി സ്നേഹമതിയായ കുടുംബിനിയുമാണ്
ഷൈനി എന്ന് എനിക്കൊരു നല്ല മകളെ സമ്മാനിച്ച ആ അമ്മയെപ്പറ്റി എനിക്ക് പറയുവാൻ സാധിക്കും. എല്ലാവരെയും സ്നേഹിച്ച പ്രിയപ്പെട്ട സഹോദരിയുടെ സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഡിറ്റി ഞാൻ കറാക്കുറ്റി കുടുംബത്തെ